റെജി ലൂക്കോസ്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുഭാവപൂർണമായ ഒരു സമീപനം ഉണ്ടാകുന്നതിന് പകരമാണ് നമ്മൾ ഇന്ന് ആദ്യം കേട്ട വാക്കുകൾ വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നും രാവിലെ തന്നെ. അതായത് ഇതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇതിനു മുൻപും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതാണ് വനം വകുപ്പ് മന്ത്രി. കാരണം മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഇത്തരം അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമുള്ള മന്ത്രിയുടെ ഒരു പ്രതികരണം, പലപ്പോഴും അദ്ദേഹം ആ ജില്ലയിലേക്ക് വരികയോ അവരുടെ വീടുകൾ സന്ദർശിക്കുകയോ ചെയ്യാറില്ല. അങ്ങനെ വിമർശനങ്ങൾ നേരിട്ടപ്പോഴാണ്, താങ്കൾക്കും ഓർമ്മ കാണണം, ആ വയനാട് ദുരന്തം ഉണ്ടാകുന്ന സമയത്ത്, വയനാട് കാട്ടാന ആക്രമണത്തിൽ ഒരു വ്യക്തിയുടെ ജീവൻ പൊലിയുന്ന സമയത്ത് അദ്ദേഹം കോഴിക്കോട് ഒരു പൊതുപരിപാടിയിൽ ഗാനാലാപനം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങൾ പങ്കുവച്ചതാണ്. അത്തരത്തിൽ വളരെ ലാഘവത്തോടുകൂടി കാര്യങ്ങളെ വീക്ഷിക്കുകയും തികച്ചും നിരുത്തരവാദപരമായ ചില പ്രസ്താവനകളിലൂടെ അത് കൂടുതൽ വിവാദത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വനം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ട് ആരോപണ പ്രത്യാരോപണം കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് ജനങ്ങളെ ബാധിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ട് ഈ വനം നിയമവുമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട്. ഇവിടെ ബഹുമാനപ്പെട്ട റോണി സാറ് പറഞ്ഞു 46% വനമായിരുന്നു. സാറേ, അങ്ങനെ ഭയാനകമായ കണക്ക് പറയരുതേ. നമ്മളൊരു ചർച്ചയിലിരിക്കുമ്പോൾ ഞാൻ ഡേറ്റ വെച്ച് സംസാരിക്കുന്നത്. അപ്പൊ അതൊരു ജയന്ത്രമാൾ സംബന്ധിച്ച് 12% വരുന്നത് കേരളത്തിലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ കയറുക, ഗൂഗിളിൽ അടിച്ചാൽ ഡേറ്റ അവിടെ കിട്ടും. ലക്ഷക്കണക്കിന് ജനങ്ങളോട് നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ കള്ളം പറഞ്ഞ് നേടുക എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമാണ്. സാറ് അതിന്റെ ഡേറ്റ പരിശോധിക്കാത്തതുകൊണ്ടായിരിക്കും. ഇവിടെ ജയന്ദ്രൻ മാഷ് പറഞ്ഞൊരു നിയമമുണ്ട്, അത് റോണി സാറും പറഞ്ഞു. എന്താ പറഞ്ഞത്? വനം വന്യജീവി നിയമത്തിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഉപദ്രവകാരികളായിട്ടുള്ള വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ നിയമം ഉണ്ടെന്ന് പറഞ്ഞു. അബ്സല്യൂട്ട്ലി റോങ് ആണ്. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു, ഒരു നിയമഭേദഗതി കൊണ്ടുവന്നു ഈ വനം വന്യജീവി ഇതിനെ കുറിച്ച്. അന്ന് പരിസ്ഥിതി മന്ത്രിയായിരുന്നത് എന്റെ ഓർമ്മ ശരിയാണ് മേനകാ ഗാന്ധിയാണ്. ആ മേനകാ ഗാന്ധി പാർലമെന്റിൽ ആക്രമിച്ചു, തെരുവ് നായകളെ കൊല്ലാൻ പാടില്ല, തെരുവ് നായകളെ കൊന്നിട്ടുണ്ടെങ്കിൽ ശിക്ഷ എത്ര അറിയോ? അങ്ങനെയാണ് ഈ രാജ്യത്ത് അപരിഷ്കൃതമായ രീതി രാജ്യത്തെ എന്താ പറയാ പുരാതന കാലത്തേക്ക് തള്ളിവിട്ടത് തെരുവ് നായകളെ കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടിരുന്നത്. ഈ പറയുന്ന വന്യജീവികളെ കൊല്ലാന്നുള്ളത് എടുത്തു കളഞ്ഞ ആ നിയമം ഭേദഗതി നടത്തി. നേരത്തെ ജയന്ദ്രൻ മാഷ് മാനന്തവാടിയെ കുറിച്ച് പരിസ്ഥിതി മന്ത്രി ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ജയന്ദ്രൻ മാഷ് പറഞ്ഞ് അത് ചെയ്യാമെന്ന് പറഞ്ഞു. ജയന്ദ്രൻ മാഷ് ഓർക്കുന്നുണ്ടോ? അതിന്റെ പിറ്റേ ദിവസം ഡൽഹി എനിക്ക് തോന്നുന്നു വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിലാണെന്ന് എനിക്ക് സംശയമുണ്ട്, സബ്ജക്ട് ടു കറക്ഷൻ. വനം പരിസ്ഥിതി മന്ത്രിയോട് തന്നെ കേരളത്തിലെ പത്രപ്രവർത്തകർ ചോദിച്ചു, അങ്ങ് അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞതായിട്ട് പറഞ്ഞില്ല എന്ന് ആരോപണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, അത് നിഷേധിച്ചു. സാറിന് വേണമെങ്കിൽ ഞാൻ അതിന്റെ ഗൂഗിളിൽ നിന്നുള്ള കോപ്പി വേണം സാറിന് ഞാൻ അയച്ചുതരാം. ഇത് ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ നമ്മുടെ മനുഷ്യ മൃഗങ്ങൾ കൊല്ലുന്നു, ഭീകരമായ രീതിയിൽ ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ താമസിക്കുന്ന സ്ഥലം എന്നുള്ള കോട്ടയം ജില്ലയിലെ ഏറ്റുമാൻ്റെ അടുത്താ. ഇവിടുന്ന് ഏതാണ്ട് 10-15 കിലോമീറ്റർ പോയ പാലായി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് 50-55 കിലോമീറ്റർ ദൂരെയാണ് വനം. അവിടെ കഴിഞ്ഞ കൊല്ലം രാത്രിയിൽ കാട്ടുപന്നി വന്നു. കാട്ടുപന്നി ദൃശ്യങ്ങൾ എല്ലാ ചാനലിലും കാണിച്ചു. അപ്പൊ കേരളം എന്ന് പറഞ്ഞ സ്ഥലം പന്നികൾക്കും പട്ടികൾക്കും വിഹരിക്കാനും ആരെ കൊല്ലാനും പറ്റുന്ന ഒരു നാടായി മാറിയതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? ആ ഉത്തരവാദിത്വം ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ കൊണ്ടൊന്ന് കൂട്ടിക്കോ. അത് പറയാൻ കാരണം എന്താ? കേന്ദ്ര സർക്കാരിൽ ഇവിടെ റോണി സാറ് കേന്ദ്ര സർക്കാരിനെ വെള്ളം പൂശിക്കൊണ്ട് സംസാരിച്ചു. സാറ് കേന്ദ്ര സർക്കാരിനെ വെറുതെ എന്തെങ്കിലും ഒരു മനുഷ്യജീവൻ വരുമ്പോൾ കുറ്റപ്പെടുത്തി രക്ഷപ്പെടുന്നതല്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അങ്ങനത്തെ ഒരു എടുക്കരുത്. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഞാൻ ചോദിക്കട്ടെ, മുത്തയ്ക്ക മുതൽ ഗുണ്ടൽപേട്ട വരെയുള്ള വഴിയിൽ രാത്രികാലത്ത് യാത്ര ചെയ്യാൻ പാടില്ലെന്ന് ഈ ഭൂമിയിൽ ഇപ്പൊ എവിടെയെങ്കിലും ഉള്ള നിയമമുണ്ടോ? ഇതല്ലാതെ ഉണ്ട്. അതുപോലെ ബന്ദിപ്പൂരിലേക്കും പറയൂ, നിങ്ങൾ അതിന് മറുപടി പറയേ. ആർക്കും വേണ്ട മൃഗങ്ങളെ സംരക്ഷിക്കാനായിട്ട്? അപ്പൊ ഈ പറയുന്ന 13 വർഷങ്ങൾക്ക് മുമ്പ് വരെ അവിടെ മൃഗങ്ങളില്ലായിരുന്നോ? നിങ്ങൾ മറുപടി വരെ. മനുഷ്യനെ സംരക്ഷിക്കാനായിട്ട് നിയമം ഇവിടെ കൊണ്ടുവരുന്നുണ്ടോ? മൃഗങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ട് 2010. എന്താ അറിയോ? ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് മനുഷ്യരാ. മനുഷ്യർക്ക് വിഘ്നം വരുന്ന ഏതെങ്കിലും വന്യജീവികളുണ്ടെങ്കിൽ ആ പ്രദേശം തന്നെ കത്തിച്ചു കളയെന്നാണ് ആ പ്രമേയത്തിൽ പറഞ്ഞത് ഐക്യരാഷ്ട്രസഭ. അപ്പൊ അങ്ങനെ ഇരിക്കും കേരളത്തിലെ ജനങ്ങള് വനാതിർത്തിയോട് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഭക്ഷണം നമ്മൾക്കൊക്കെ ഭക്ഷണം തരുന്ന കാർഷിക വിളകൾ ഇന്ന് അവർക്ക് മരീചിയായി വരാം, അത് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇതെല്ലാം ഈ വന്യമൃഗങ്ങൾ കൊണ്ടുപോകും. ഇതുപോലെ തന്നെ ഇനിയിപ്പോ ഇന്നത്തെ മരണത്തിലേക്ക് ഒന്ന് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ മനഃപൂർവ്വം അവിടുത്തെ ഭരണം കോൺഗ്രസിലാണെന്നും ആ പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് കൂടിയാണ്, അദ്ദേഹം കോൺഗ്രസ് ആണ്, ഞാൻ മനഃപൂർവ്വം പറയാറില്ല. കാരണം ഈ ആരോപണ പ്രത്യാരോപണം കേട്ട് മടുത്തു.
കാരണം എന്തെങ്കിലും ഒരു ഫലപ്രദമായ ഒരു ഇംപ്ലിമെന്റേഷൻ അല്ലേ വേണ്ടേ? അയാളുടെ ഭാഗത്ത് ഉത്തരവാദിത്വം കുറവുണ്ട്. അയാൾ പഞ്ചായത്ത് മെമ്പറല്ലേ? ഇത് ആദ്യമല്ല അവിടെ ഒരു മരണം ഉണ്ടാകുന്ന ആ വാർഡിൽ. നേരത്തെ മാഷ് പറഞ്ഞ പോലെ അവിടെ മത്തായിന്നോ അങ്ങനെ പേര് ഞാൻ മറന്നുപോയി, അങ്ങനെ ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ് സജീവ പ്രവർത്തകനായിരുന്നു. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇതുപോലൊരു കറണ്ട് റോബറി നടത്തി ഇതുപോലത്തെ അത് പബ്ലിക്കായിട്ട് മനുഷ്യൻ പോകുന്നിടത്ത്, കുഞ്ഞുങ്ങൾ എപ്പോഴും ക്രോസ് ചെയ്യുന്നിടത്ത്, ഒരു കടവിനോട് സൈഡിൽ ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ മെമ്പർക്ക് ഉത്തരവാദിത്തം ഇല്ലേ? അയാൾ പറയണ്ടേ? അയാൾ തന്നെയാണ് ആദ്യം ഇന്നലെ പ്രതിഷേധത്തോടെ രംഗത്തിറങ്ങിയ സർക്കാരിനെതിരെ. അപ്പൊ അയാളത്തെ പഞ്ചായത്ത് മെമ്പറാ. ഞാൻ മനഃപൂർവ്വം പറയല്ലെന്ന് ഓർത്താക്കാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ടല്ല. അത് CPM നടത്തിയ പോലെ എതിർക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സംശയമില്ല കാര്യത്തിൽ. മനുഷ്യനെ മരണപ്പെടുമ്പോൾ, കൊല്ലപ്പെടുമ്പോൾ അത് നമ്മുടെ സന്ദേശ സിനിമയെ കാണുന്ന പോലെ ആ മൃതദേഹത്തിന്റെ അടുത്ത് പോയി കരയുക, മൃതദേഹത്തിന് അവകാശവാദത്തിലേക്ക് കള്ളക്കണ്ണീർ നടത്തുക, ഇതൊക്കെയാണോ നമ്മൾ നടത്തേണ്ടത്? നമ്മളൊരു പരിഷ്കൃത യുഗത്തിൽ താമസിക്കുന്നതല്ലേ? ഇനി വോട്ടെടുപ്പിന് മുതലെടുപ്പാനാണെങ്കിൽ ഇത് ഈ നിലമ്പൂരിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ കോമാളിത്തരങ്ങള്. അവർക്കെന്നെ ഒരു വിവരമില്ലാത്തവരാണോ? 600 രൂപ പെൻഷൻ 1200 രൂപ ഞങ്ങളുടെ കാലത്ത് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് വീമ്പളയ്ക്ക് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഉണ്ടല്ലേ? കേരളം മുഴുവനും അത് പ്രതിഷേധത്തിലാ. ഇത് വാങ്ങിച്ചവർക്ക് ഇത് അറിയാമല്ലോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന്. അപ്പൊ ഇങ്ങനത്തെ കള്ളത്തരങ്ങളും നുണകളും പറഞ്ഞ് ഇനി എന്തെങ്കിലും നേട്ടങ്ങൾ രാഷ്ട്രീയത്തിൽ പോയി നിൽക്കാൻ കഴിഞ്ഞു പോയി.